ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ 2025 അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൊല്ലം തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ കൊല്ലത്തെ പോലും പെട്ടെന്ന് ഇക്കൊല്ലം കടന്നുപോയി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ചില സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ തോന്നിയ സിനിമ, അതിനെപ്പറ്റി അത് എന്നെ ഏതൊക്കെ രീതിയിൽ അട്രാക്റ്റ് ചെയ്തു, അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പടം വേറെ ഒന്നുമല്ല, കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ ഇവരാണ് പടത്തിലെ പ്രധാനപ്പെട്ട റോളുകളിൽ വരുന്നത്. പടത്തിൻ്റെ കാസ്റ്റിംഗ് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ കാരണം. മമ്മൂട്ടി, വിനായകൻ, അതിൽ മമ്മൂട്ടി വില്ലൻ, വിനായകൻ ഹീറോ, അങ്ങനെയാണ് കേൾക്കുന്നത്. അതിൽ മമ്മൂട്ടി കഴിഞ്ഞ കൊല്ലം ഇതേപോലെ വില്ലൻ വേഷം ചെയ്തിട്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അതിനുശേഷം വരുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ് ഈ പടത്തിലുള്ളത്. അത് തന്നെ ഈ പടത്തിൻ്റെ ഹൈപ്പ് കൂട്ടാനൊരു കാരണമായിട്ടുണ്ട്. പിന്നെ വരുന്നത് വിനായകൻ, ഓപ്പോസിറ്റ് നിൽക്കുന്നത്. വിനായകനായാലും ഗംഭീരമായ ഒരു ആക്ടർ തന്നെയാണ്. ഏത് ടൈപ്പ് റോളായാലും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ അദ്ദേഹം ഗംഭീരമാക്കാറുണ്ട്. മമ്മൂട്ടി, വിനായകൻ ഇവരെ തമ്മിലുള്ള കോമ്പിനേഷൻ അതെങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകം എനിക്കിപ്പോഴും ഉണ്ട്. ഇവരെ കൂടാതെ ജിബിൻ ഗോപിനാഥ്, അസീസ്, പിന്നെ രജീഷ വിജയൻ, ഗായത്രി, അരുൺ, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് തന്നെ ഈ പടത്തിലുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ക്രൂ, ഡയറക്ടർ ജിതിൻ കെ ജോസ്, ഇദ്ദേഹവും ജിഷ്ണു ശ്രീകുമാറും കൂടിയാണ് ഈ പടത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തത് മുജീബ് മജീദ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് മുജീബ് മജീദ്. കഴിഞ്ഞ മാസം ഇറങ്ങിയ എക്കോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കുകളൊന്നാണ്. ഈ പടത്തിലേക്ക് വന്നാലും അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ട് തരുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇതുവരെ കേട്ട സോങ്ങുകളെല്ലാം വ്യത്യസ്തമായൊരു സംഭവം തന്നെയായിരുന്നു. അത് സിനിമയിലും ഗംഭീരമായി തന്നെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു പക്ക മിസ്റ്റർ ത്രില്ലറായിട്ടാണ് പടം വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ മിസ്റ്ററി ഒളിപ്പിച്ച് അവർ ഇറക്കിയ ഓരോ പോസ്റ്റർ ആയാലും ട്രെയിലർ ആയാലും ടീസർ ആയാലും എല്ലാം ഗംഭീര വർക്കുകൾ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിസ്റ്ററിയിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യാനും നമ്മളെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യിപ്പിക്കാനും ഈ വർക്കിന് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കഥയെപ്പറ്റിയും ഒരുപാട് റൂമറുകൾ വന്നു പോയിരുന്നു. ശരിക്കും ഉണ്ടായ ഒരു സംഭവത്തെ ബേസ്ഡ് ആണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്രൂ എന്ന് പറഞ്ഞതും ഇതിൻ്റെ കഥയിൽ ചില കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടായ സംഭവത്തെ ബേസ് ചെയ്താണ്, അല്ലാണ്ട് ഫുൾ റിയൽ സ്റ്റോറി ആവില്ല എന്നും അവർ പറഞ്ഞിരുന്നു. എന്ന് തന്നെയായാലും ഡിസംബർ 5 സിനിമ ഇറങ്ങുന്നു. ബാക്കി നമുക്ക് പോയി കാണാം, കണ്ടിട്ടറിയാം എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെ. ഒരുപാട് കാലം ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണത്. ഇത് എനിക്ക് തോന്നുന്നു കുറേ മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. കുറേ ലേറ്റായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്താണെന്ന് നമുക്കറിയാം, ചെറിയ ഗ്യാപ്പ് പോകുന്നൂടെ. എന്തായാലും 5 പടം പോയി കാണണം. ബാക്കി പിന്നെ പറയാം. താങ്ക് യു.